കലാലയങ്ങളിലും പൊതുസമൂഹത്തിലും ലഹരി ഉപഭോഗത്തിന് എതിരായിട്ടുള്ള ജാഗ്രത ഉറപ്പാക്കുന്നതിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ വിവിധങ്ങളായിട്ടുള്ള ഏജൻസികളിലൂടെ നടപ്പാക്കി വരികയാണ്. സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ്. നേരത്തെ തന്നെ ആസാദ് സേന ഏജൻസ് ഓഫ് സോഷ്യൽ ആക്ഷൻ എഗൻസ്റ്റ് ഡ്രഗ്സ് എന്നുള്ള സേനയെ വിന്യസിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം എറണാകുളത്ത് വെച്ച് നടത്തുകയുണ്ടായി. സവിശേഷമായ പരിശീലനം കൊടുത്തുകൊണ്ടുള്ള വളണ്ടിയേഴ്സാണ് ആസാദ് സേനയുടെ ഭാഗമായിട്ടുള്ളത്. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിൻ്റെ സാമ്പത്തിക പിന്തുണയോടുകൂടിയാണ് ആസാദ് സേന പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ പ്രത്യേകമായ ഒരു ബോധവൽക്കരണ ക്യാമ്പയിനാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പേര് നൽകിയിട്ടുള്ള ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ 3500 NSS യൂണിറ്റുകളിൽ നിന്നുള്ള 3.5 ലക്ഷം സന്നദ്ധ പ്രവർത്തകരും ഭാഗഭാക്കാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ജനജാഗ്രതാ സദസ്സുകൾ എന്ന നിലയിൽ പങ്കാളിത്ത ഗ്രാമങ്ങളിലും സ്ഥാപനങ്ങൾ നിൽക്കുന്ന നഗരങ്ങളുടെ കേന്ദ്രങ്ങളിലുമെല്ലാം പരിപാടികൾ സംഘടിപ്പിക്കും. മാർച്ച് 17 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിലാണ് ഈ ക്യാമ്പയിൻ്റെ ഒന്നാം ഘട്ടമായിട്ടുള്ള ജനജാഗ്രതാ സദസ്സുകൾ നടക്കുക. മാർച്ച് 17 ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും. അതിനെ തുടർന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള കർമ്മ പരിപാടികളാണ് ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ലഹരി വിരുദ്ധ മനുഷ്യ ചങ്ങല, ലഹരി വിരുദ്ധ സംവാദങ്ങൾ, വാക്കും വരയും ലഹരിക്കെതിരെ പ്രാദേശിക കലാകാരന്മാരുടെ കൂട്ടായ്മ, ലഹരി വിരുദ്ധ സന്ദേശ മരങ്ങൾ, ലഹരിക്കെതിരെ മൺചെരാതുകൾ തെളിയിക്കൽ, ലഹരി വിരുദ്ധ ബഹുജന റാലി, ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ലഹരി വിരുദ്ധ മാരത്തോൺ കൂട്ടയോട്ടം, തത്സമയ മത്സരങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ, ലഹരിക്കെതിരെ മുദ്രാവാക്യ രചന, ലഹരി വിരുദ്ധ റീൽ നിർമ്മാണം, ഇതെല്ലാം ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി വിവിധ NSS യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ മുഴുവൻ NSS വോളണ്ടിയർമാരെയും പൊതുജനങ്ങളെയും വ്യത്യസ്ത വിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കും. അതോടൊപ്പം സ്നേഹാദരം എന്ന പേരിൽ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന 1000 സാമൂഹ്യ പ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും കണ്ടെത്തി 1000 കേന്ദ്രങ്ങളിൽ ആദരിക്കും. ലഹരി വിമുക്തി നേടിയവരെ ആദരിക്കുന്ന പ്രത്യേക പരിപാടി അവരുടെ സ്നേഹ സംഗമം എന്ന നിലയിൽ സംഘടിപ്പിക്കും. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ക്യാമ്പയിൻ്റെ സുപ്രധാനമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് ലഹരി വിമുക്തരായവരുടെ സംഗമങ്ങൾ സംഘടിപ്പിക്കും. പൊതു ഇടങ്ങളിൽ ലഹരി വിരുദ്ധ ഡോക്യുമെൻ്ററി, ലഹരി വിരുദ്ധ സിനിമ പ്രദർശനങ്ങൾ സംഘടിപ്പിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആസാദ് സേനയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകും. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഓരോ പങ്കാളിത്ത ഗ്രാമത്തിൻ്റെയും അതുപോലെ അവരവരുടെ സ്ഥാപനങ്ങളുടെയും കാവലാളായി NSS വോളണ്ടിയർമാർ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ ഓരോ വിദ്യാർത്ഥിയുടെയും കുടുംബങ്ങളിൽ ഈ സന്ദേശം എത്തിക്കുന്നതിനുള്ള പരിപാടിയും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉണ്ടാകും. ഞങ്ങൾ ഈ വിപുലമായ ക്യാമ്പയിന് എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും അകമഴിഞ്ഞ പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. പ്രാദേശിക തലത്തിൽ പരിപാടികൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം നല്ല പ്രചാരണം നൽകി ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ കൂടെ ഉണ്ടാവണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആസാദ് സേനയുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് എറണാകുളത്ത് വെച്ച് നടന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ജില്ലാതല ഉദ്ഘാടനവും
ലഹരി വിരുദ്ധ സന്ദേശം അറിയിക്കുന്ന കലാപരിപാടികൾ, ഓട്ടംതുള്ളൽ ഉൾപ്പെടെ പരിപാടി നശാമുക്ത് ഭാരത് അഭിയാനും കേരള സർക്കാരും ചേർന്ന് നടത്തുന്ന ഒരു പരിപാടി നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ആസാദ് സേനയുടെ ജില്ലാതല ഉദ്ഘാടനമാണ് അവിടെ നടക്കുന്നത്. ശനിയാഴ്ച തൃശ്ശൂർ ടൗൺ ഹാളിൽ 2 മണിക്കാണ് ആസാദ് സേനയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത്.